ഹലോ ഓൾ, പി എസ് സി ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ശൈത്യകാല ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല. ഉത്തരം ഓപ്ഷൻ സി ആണ്, MG സർവകലാശാല. ഇന്ത്യയുടെ ആദ്യത്തെ ശൈത്യകാല ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല MG സർവകലാശാലയാണ്. MG സർവകലാശാലയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ശൈത്യകാല ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയാകുന്ന കേരളത്തിലെ സർവകലാശാല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാരണാസി. വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത്. രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിക്കുന്നത് വാരണാസിയിലാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗഗൻയാൻ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, LVM-3. ഗഗൻയാൻ വിക്ഷേപണ വാഹനം LVM-3 ആണ്. LVM-3 ആണ് ഗഗൻയാൻ വിക്ഷേപണ വാഹനം. അടുത്ത ചോദ്യം നോക്കാം. വിപണി മൂല്യം 20 ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി. ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിലയൻസ് ഇൻഡസ്ട്രീസ്. വിപണി മൂല്യം 20 ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് വിപണി മൂല്യം 20 ലക്ഷം കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. ഉത്തരം ഓപ്ഷൻ സി ആണ്, വി ഹരി നായർ. വി ഹരി നായരാണ് കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായരാണ്. അടുത്ത ചോദ്യം. 2024 ഫെബ്രുവരി 10 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി. ഉത്തരം ഓപ്ഷൻ എ ആണ്, എ രാമചന്ദ്രൻ. 2024 ഫെബ്രുവരി 10 അന്തരിച്ച പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളിയാണ് എ രാമചന്ദ്രൻ. എ രാമചന്ദ്രൻ ഒരു പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളിയായിരുന്നു. 2024 ഫെബ്രുവരി 10 എ രാമചന്ദ്രൻ അന്തരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, നൈജീരിയ. നൈജീരിയയാണ് 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ജേതാവ്. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ജേതാവ് നൈജീരിയയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024 അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദ്വീപ് പുരസ്കാരം നേടിയ മലയാളി. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, MD വാസുദേവൻ നായർ. 2024 അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദ്വീപ് പുരസ്കാരം നേടിയ മലയാളി MD വാസുദേവൻ നായരാണ്. MD വാസുദേവൻ നായർക്കാണ് 2024 അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദ്വീപ് പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാവികസേനയിൽ അംഗമാകുന്ന പുതിയ ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, MH-60 റോമിയോ സീഹോക്ക്. ഇന്ത്യൻ നാവികസേനയിൽ അംഗമാകുന്ന പുതിയ ഹെലികോപ്റ്ററാണ് MH-60 റോമിയോ സീഹോക്ക്. MH-60 റോമിയോ സീഹോക്ക് എന്ന ഹെലികോപ്റ്ററാണ് ഇന്ത്യൻ നാവികസേനയിൽ അംഗമാകുന്ന പുതിയ ഹെലികോപ്റ്റർ. അടുത്ത ചോദ്യം. 2026 ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ പെടാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചിലെ. 2026
ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ ഉൾപ്പെടാത്ത രാജ്യം ചിലെയാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ US, മെക്സിക്കോ, കാനഡ എന്നിവയാണ് 2026 ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ ഉൾപ്പെടുന്ന രാജ്യം. 2026 ലോകകപ്പ് ഫുട്ബോൾ വേദികളിൽ ഉൾപ്പെടുന്ന രാജ്യം അതാണ് US, മെക്സിക്കോ, കാനഡ എന്നിവ. അടുത്ത ചോദ്യം നോക്കാം. അവിഭക്ത ഇന്ത്യയിലെ ഏതു വ്യക്തിക്കാണ് ലോക ചെസ് സംഘടന ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകിയത്? ഉത്തരം ഓപ്ഷൻ എ ആണ് മാലിക് മിർ സുൽത്താൻ ഖാൻ. അവിഭക്ത ഇന്ത്യയിലെ മാലിക് മിർ സുൽത്താൻ ഖാനാണ് ലോക ചെസ് സംഘടന ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകിയത്. അവിഭക്ത ഇന്ത്യയിലെ മാലിക് മിർ സുൽത്താൻ ഖാനാണ് ലോക ചെസ് സംഘടന ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകിയത്. അവിഭക്ത ഇന്ത്യയിലെ മാലിക് മിർ സുൽത്താൻ ഖാൻ എന്ന ആൾക്കാണ് ലോക ചെസ് സംഘടന ഓണററി ഗ്രാൻഡ് മാസ്റ്റർ പദവി നൽകിയത്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ PM ഗതിശക്തിയുടെ ചാലകശക്തിയായ 7 എഞ്ചിനുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് IT. PM ഗതിശക്തിയുടെ ചാലകശക്തിയായ 7 എഞ്ചിനുകളിൽ ഉൾപ്പെടുന്നതാണ് റോഡ്, റെയിൽവേ, ജലപാതകൾ എന്നിവ. കേന്ദ്ര സർക്കാരിൻ്റെ PM ഗതിശക്തിയുടെ ചാലകശക്തിയായ 7 എഞ്ചിനുകളിൽ ഉൾപ്പെടുന്നതാണ് റോഡ്, റെയിൽവേ, ജലപാതകൾ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. മഹാഭാരതം നാടകമാക്കിയ ബ്രിട്ടീഷ് നാടക സംവിധായകൻ ആണ് പീറ്റർ ബ്രൂക്ക്. പീറ്റർ ബ്രൂക്ക് എന്ന ബ്രിട്ടീഷ് നാടക സംവിധായകനാണ് മഹാഭാരതം നാടകമാക്കിയത്. 1985 നാടകമായി അവതരിപ്പിച്ച ഇത് പിന്നീട് TV പരമ്പരയായി. 1985 നാടകമാക്കിയ മഹാഭാരതം പിന്നീട് TV പരമ്പരയായി. ദി എംപ്റ്റി സ്പേസ് പീറ്റർ ബ്രൂക്കിൻ്റേതാണ്. ദി എംപ്റ്റി സ്പേസ് പീറ്റർ ബ്രൂക്കിൻ്റേതാണ്. മഹാഭാരതം നാടകമാക്കിയ ബ്രിട്ടീഷ് നാടക സംവിധായകൻ ആണ് പീറ്റർ ബ്രൂക്ക്. 1985 നാടകമായി അവതരിപ്പിച്ച ഇത് പിന്നീട് TV പരമ്പരയായി. ദി എംപ്റ്റി സ്പേസ് പീറ്റർ ബ്രൂക്കിൻ്റേതാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരള ബാങ്കിൻ്റെ നിലവിലെ CEO ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ് ജോർട്ടി എം ചാക്കോ. ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിൻ്റെ നിലവിലെ CEO. കേരള ബാങ്കിൻ്റെ നിലവിലെ CEO ജോർട്ടി എം ചാക്കോയാണ്. അപ്പോൾ ജോർട്ടി എം ചാക്കോയാണ് കേരള ബാങ്കിൻ്റെ നിലവിലെ CEO. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പട്ടികവർഗക്കാർക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉന്നതി. പട്ടികവർഗക്കാർക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഉന്നതി. ഉന്നതി എന്നത് പട്ടികവർഗക്കാർക്കിടയിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്വം, സ്റ്റാർട്ടപ്പ് എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ്, ഏകദിനം, 2020 രൂപങ്ങളിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ ബൗളർ? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജസ്പ്രീത് ബുംറ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ്, ഏകദിനം, T20 രൂപങ്ങളിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ ബൗളറാണ് ജസ്പ്രീത് ബുംറ. അപ്പോൾ ജസ്പ്രീത് ബുംറയാണ് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ്, ഏകദിനം, T20 രൂപങ്ങളിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദ്യ ബൗളർ. അടുത്ത ചോദ്യം നോക്കാം. 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്? ഉത്തരം ഓപ്ഷൻ സി ആണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത്. 2022-23 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം നോക്കാം. ഡിമെൻഷ്യ, അൾസൈമേഴ്സ് രോഗബാധിതരെ സംരക്ഷിക്കാനുള്ള ഓർമ്മത്തോണി പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സാമൂഹിക നീതി വകുപ്പ്. സാമൂഹിക നീതി വകുപ്പാണ് ഓർമ്മത്തോണി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിമെൻഷ്യ, അൾസൈമേഴ്സ് രോഗബാധിതരെ സംരക്ഷിക്കാനുള്ള ഓർമ്മത്തോണി എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യ നീതി വകുപ്പാണ്. ഡിമെൻഷ്യ, അൾസൈമേഴ്സ് രോഗബാധിതരെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി പദ്ധതി നടപ്പിലാക്കുന്നത്
സാമൂഹ്യനീതി വകുപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന AI സാങ്കേതിക വിദ്യയുടെ പേര്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സോറ. ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന AI സാങ്കേതിക വിദ്യയുടെ പേരാണ് സോറ. സോറ എന്നത് ലളിതമായ വാക്കുകൾ നിർദ്ദേശങ്ങളായി നൽകി 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകൾ നിർമ്മിക്കാൻ സാധിക്കുന്ന AI സാങ്കേതിക വിദ്യയുടെ പേരാണ്. അടുത്ത ചോദ്യം നോക്കാം. ക്വാഡ് ചതുർരാഷ്ട്ര സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചൈന. ക്വാഡ് ചതുർരാഷ്ട്ര സഖ്യത്തിൽ അംഗമല്ലാത്ത രാജ്യമാണ് ചൈന. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവർ ക്വാഡ് ചതുർരാഷ്ട്ര സഖ്യത്തിലെ അംഗങ്ങളാണ്. ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയൊക്കെ ക്വാഡ് ചതുർരാഷ്ട്ര സഖ്യത്തിൽ അംഗങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.